ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ട CD ഡീലക്സ് വണ്ടി. അതിൻ്റെ ഓയിൽ കത്തി ലെവൽ കുറഞ്ഞ കൂടെ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിലവിൽ സിലിണ്ടർ പിസ്റ്റണൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് സിലിണ്ടർ ബോർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പിസ്റ്റൺ പുതിയത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ലെയ്ത്ത് വർക്ക് ചെയ്ത് ഫസ്റ്റ് ബോർ പിസ്റ്റണായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ചെയ്തേക്കുന്ന ഡേറ്റ് മെൻഷൻ ചെയ്തേക്കുന്നതാണ്. നമുക്ക് പറഞ്ഞാൽ 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. അത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണെങ്കിൽ കിട്ടില്ല. അതായത് ഞാൻ കൃത്യമായിട്ട് മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വന്നതെന്നുണ്ടെങ്കിൽ വാറണ്ടി നമുക്ക് അലൗഡ് അല്ല, കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി കണക്ടർ റോഡ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിലിണ്ടർ പോവും. നേരെ മറിച്ച് സിലിണ്ടറിൻ്റെ ബോർ ചെയ്തേക്കുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്കോ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പ്രകാരമാണെങ്കിൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതിൻ്റെ വാൽവൊക്കെ മാറ്റി വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. വാൽവിൻ്റെ കേസ് ഇത് രണ്ടും നമുക്ക് ലെയ്ത്ത് വർക്ക് വന്നതാണ്. അതിന് പുറമെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ആ ചിലമ്പൽ സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് എഞ്ചിൻ്റെ ഉള്ളിലുള്ള ആ ക്യാം ചെയിൻ്റെയാണ്. ഇതാണ് ആ ചെയിൻ വന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. ആ സൗണ്ടൊന്ന് നോർമലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്രാങ്കിൻ്റെ കണക്ടർ റോഡിന് പ്ലേ ഉള്ള കേസ് ഞാൻ നേരത്തെ ഇൻഫോം ചെയ്തായിരുന്നു. ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. പക്ഷെ എന്തായാലും പെട്ടെന്നൊരു പ്രോബ്ലത്തിലേക്ക് വരണമെന്നില്ല. നേരെ മറിച്ച് വന്നുകൂടായികയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ടുണ്ടെന്ന് 100% നമുക്ക് പുറമേ നിന്ന് അത്ര അങ്ങോട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഏകദേശം നമ്മുടെ അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ നോക്കിയേക്കുന്നത്. കംപ്ലയിൻറ്റ്സ് വരാണ്ട് കിട്ടിയാൽ അതൊരു ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടാം. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റുകളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റണിൻ്റെ ആ കംപ്ലയിൻറ്റ് മാത്രമാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അതായത് ഇപ്പോൾ ഓയിൽ കത്തി ലെവൽ കുറഞ്ഞ് പോകുന്ന ആ ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞത്. അത് മാത്രമാണ് നമ്മൾ ചെയ്യണം. കൂട്ടത്തിൽ കൂടെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി മാറുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം പിന്നീടൊരു സമയത്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞത് പ്രകാരം അതൊക്കെ തൽക്കാലം സ്കിപ്പ് ചെയ്തേക്കാണ്. പിന്നെ ചെയിൻ ബ്രേക്കൊക്കെ ഒന്ന് ചെയ്ത് ടൈറ്റ് ചെയ്തേക്കാം. അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണ വർക്ക് കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ.